മയ്യിത്ത് നമസ്കാരം. മയ്യിത്ത് നമസ്കാരം വളരെയേറെ പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമാണ്. അത് ആരെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരുടെയും കുറ്റം ഒഴിവാകുകയും നിർവഹിച്ചവർ മാത്രം പ്രതിഫലാർഹരാവുകയും ചെയ്യുന്ന ഫർള് കിഫായയാണ്. മയ്യിത്തിന്റെ ഏറ്റവും അടുത്തവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. പുരുഷനാണെങ്കിൽ തലഭാഗത്തും, സ്ത്രീയുടെ മയ്യിത്താണ് എങ്കിൽ മധ്യഭാഗത്തുമായിരിക്കണം ഇമാമ് നിൽക്കേണ്ടത് എന്ന് നബിചര്യയിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. 4 തക്ബീറുകൾ. 4 തക്ബീറുകളാണ് ഈ നമസ്കാരത്തിന് ഉള്ളത്. ഓരോ തക്ബീറിനോടൊപ്പവും മറ്റു നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കാറുള്ളത് പോലെ 2 കൈകൾ ചുമലുകൾക്ക് നേരെ ഉയർത്തിയ ശേഷം നെഞ്ചുകളിൽ വെക്കേണ്ടതാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹുവേ, ഇബ്രാഹിമിനും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ്. അല്ലാഹുവേ, ഇബ്രാഹിമിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. നിശ്ചയം നീ സ്തുതിക്കപ്പെട്ടവനും ഉന്നതനുമാണ്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വൽസൽജി വൽബറദി വനഖ്ഹിഹി മിനൽ ഖത്വായ കമാ യുനഖ അസ്സൗബൽ അബ്യള മിനദ്ദനസ് വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر وعذاب النار. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിൻ്റെ ആതിഥ്യം ആദരപൂർവമാക്കണമേ. അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥലം വിശാലമാക്കണമേ. വെള്ളം, മഞ്ഞ്, ഹിമം എന്നിവ കൊണ്ട് അദ്ദേഹത്തെ കഴുകി ശുദ്ധിയാക്കണമേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധിയാക്കണമേ. അദ്ദേഹത്തിൻ്റെ ഭവനത്തെക്കാൾ ഉത്തമമായ ഭവനവും കുടുംബത്തെക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ ഉത്തമമായ ഇണയെയും അദ്ദേഹത്തിന് നൽകണമേ. അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഖബറിൻ്റെയും നരകത്തിൻ്റെയും ശിക്ഷയിൽ നിന്ന് അഭയം നൽകണമേ. നാലാമത്തെ തക്ബീറിന് ശേഷം ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലാ തുഹദ്ദിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് തടയരുതേ. ഇദ്ദേഹത്തിന് ശേഷം നീ ഞങ്ങളെ നാശത്തിലാക്കുകയും അരുതേ എന്ന് പ്രാർത്ഥിക്കുകയും
ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുകയും ചെയ്യുക. ഇതോടുകൂടി മയ്യിത്ത് നമസ്കാരം പൂർത്തിയായി. ആർക്കെങ്കിലും മയ്യിത്ത് നമസ്കാരം നിർവഹിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഖബറിനടുത്ത് ചെന്ന് ഖബറിനെ തന്റെയും കിബലയുടെയും ഇടയിലാക്കി നമസ്കരിക്കുക എന്നതാണ് ഇക്കാര്യത്തിലെ നബിചര്യ. ഒരു പ്രദേശത്ത് മരണപ്പെട്ട വ്യക്തിക്ക് അവിടെ ആരും അയാൾക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി അദൃശ്യമായും നമസ്കരിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ബൈ ഷഹീദ് മുഹ്സിൻ.